പരമേശ്വരി നമഃ. ഞാനിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 17ാമത്തെ ശ്ലോകം. അധ്യാത്മ തത്വങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ തത്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആ വിശ്വരൂപം കാണുവാൻ അർജുനന് ആഗ്രഹം തോന്നുന്നു. എണ്ണമറ്റ മുഖങ്ങളും അനേക ദൃശ്യങ്ങളും ധാരാളം ആഭരണങ്ങളും ആശ്ചര്യകരമായ ശോഭയും അനന്തവുമായ ഈ വിശ്വരൂപമാണ് അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അഥൈകാദശോऽധ്യായഃ വിശ്വരൂപദർശനയോഗഃ. ശ്രീഭഗവാനുവാച കിരീടീനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവ്വതോ ദീപ്തിമന്തം പശ്യാമി ത്വാദുർനിരീക്ഷം സമന്ധാത് ദീപ്താനലാർക്കദ്വിതിമപ്രമേയം. സാരാംശം: കിരീടവും ഗദയും ചക്രവും ധരിച്ചവരും സർവത്ര ശോഭിക്കുന്ന തേജോരാശി പോലുള്ളവരും നോക്കിക്കാണുവാൻ വയ്യാത്ത വിധത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിസൂര്യന്മാരുടെ ശോഭയോടു കൂടിയവനും അപരിമേയനുമായ അങ്ങയെ ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 18ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 51ാമത്തെ ശ്ലോകമാണ്. ഗീതാശാസ്ത്രത്തിന്റെ സകല അർത്ഥത്തെയും സകല വേദാർത്ഥത്തെയും ഉപസംഹരിച്ച് പറയുന്ന അധ്യായമാണ് മോക്ഷസന്യാസ യോഗം. മതിമാന്മാരായ ഭക്തന്മാർക്ക് മാത്രം പ്രാപ്യമായ ഗീതാ സന്ദേശം ഭഗവാൻ ഇവിടെ ചുരുക്കി വിവരിക്കുന്നു. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച. സാരാംശം: മായാരഹിതമായ സാത്വിക ബുദ്ധി കൊണ്ട് നേടുന്ന ധൈര്യം കൊണ്ട് ശരീരസ്ഥിതിക്ക് വേണ്ടുന്നവയെ ഒഴിച്ച് മറ്റുള്ള സുഖാർത്ഥമായ വിഷയങ്ങളെ ത്യജിക്കുന്നവൻ ബ്രഹ്മഭാവത്തിന് യോഗ്യനായിത്തീരുന്നു. നന്ദി, നമഃശിവായ. ഹരേ കൃഷ്ണ. ശുഭാശുഭ ചിന്തകൾ മനുഷ്യനെ പലപ്പോഴും ദുർബലനാക്കുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ അവനവന്റെ ധർമ്മത്തെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനായാൽ അവന് മനോബലം ഉണ്ടാകും. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 6ാമത്തെ ശ്ലോകവും അതിന്റെ സാരാംശവുമാണ് ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കുവാൻ പോകുന്നത്. ന ചൈതദ്വിദ്മഃ കദരന്നോ ഗരിയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമസ്ഥേ വസ്ഥിതാ പ്രമുഖേ ധാർതരാഷ്ട്രാഃ. ശ്ലോകത്തിന്റെ സാരാംശം: ഈ യുദ്ധത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ ജയിക്കുകയോ കൗരവർ ഞങ്ങളോട് ജയിക്കുകയോ ചെയ്യാം. ഞങ്ങൾക്ക് ഇവയിൽ ഏതാണ് നല്ലതെന്ന് അറിയുന്നില്ല. ആരെ വധിച്ചിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആശിക്കുന്നില്ലയോ? ആ ധൃതരാഷ്ട്രപുത്രന്മാർ ഇതാ മുൻപിൽ വന്നു നിൽക്കുന്നു. നന്ദി, നമസ്കാരം.